ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അയ്യോ 2-3 ദിവസമായിട്ട് ഞാൻ നിങ്ങളെ കാണാണ്ട്. എനിക്ക് തോന്നുന്നത് എത്രയോ ദിവസങ്ങളായിരുന്നല്ല, മാസങ്ങളായി തോന്നുന്നു എനിക്ക്. ആ വേദന, കാലിന്റെ വേദന മാറിയിട്ടില്ലല്ലോ? ഒന്നും മാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ, മാറിയില്ല. എന്നാലും എനിക്ക് അച്ഛനൊക്കെ ഇന്നലെ വേണ്ടേ വേണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ വന്നേനെ. അതെ, കുറെ നേരം നിൽക്കുമ്പോൾ അത് കൂടും, റെസ്റ്റ് എടുക്കണം, മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ. ഭയങ്കര വാശിക്കാരിയാണ്. എന്താ പറയാ, ആര് പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ ഈ 2-3 ദിവസം ആകുമ്പോഴേക്കും അമ്മക്ക് എത്രയോ ദിവസമായ പോലെ ഒരു തോന്നലല്ലേ, വിഷമമാണ്. സാരമില്ല, വേദന ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത് അതിൽ അത് മാത്രമല്ലല്ലോ, ഒരു പോയിന്റും കൂടി ഉണ്ടല്ലോ. നമ്മൾ ഉണ്ടാക്കിയതും അമ്മയ്ക്ക് മടുത്തു, ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നതും അമ്മയ്ക്ക് മടുത്തു. എന്നിട്ട് എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിച്ചു. അതൊന്നും എനിക്ക് കൂട്ടാനല്ല, ഇവർക്കെങ്കിലും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു തോന്നല്. എന്നറിയാം, എപ്പോഴും അവിടുന്ന് ഇവിടുന്ന് കഴിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്ത പോലെ ഇവർക്കൊരു തൃപ്തി ഇവരുടെ മുഖത്തും ഇല്ല. അപ്പൊ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാം. അപ്പൊ എന്താ കണ്ടില്ലേ, ഇവിടെ അമ്മേനെ മാത്രമേ കാണുള്ളൂ. ചിക്കൻ ഞാനിതില് തൈര്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും വെച്ച് 1 മണിക്കൂർ വെച്ചതാണ് കേട്ടോ. ഇത്ര നമ്മൾ എത്രത്തോളം വെക്കാൻ പറ്റും അത്രയും നല്ലതാണ്, നന്നായി പിടിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെ, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര് ഇത്ര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഗരം മസാല സ്റ്റവ് കത്തിച്ചിട്ടുണ്ടോ? ഇല്ല, കത്തില്ല. എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം സ്റ്റവ് ഇനിതാ ഇവിടുത്തെ മസാല കയ്യിൽ വെക്കട്ടെ അല്ലേ. അല്ല, ഒരു കാര്യം അമ്മ പറഞ്ഞിട്ടില്ലോ, എന്നും കംപ്ലൈന്റ് പറയണം അമ്മ എന്നെ പറ്റി നല്ല വാക്ക് പറയാൻ പറ്റില്ല. എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടേ കുറുമ്പൊന്നും കാട്ടാണ്ട് നല്ല കുട്ടിയായിട്ട് ഇവനിരുന്നു, അനുസരണയുള്ള കുട്ടിയായിട്ട് ഇരുന്നു. അത് പറഞ്ഞില്ല എന്നാണ് ഇവൻ പറയണത്. അപ്പൊ നമുക്കിത് അരച്ചു വെക്കാം. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ അറിയോ, അത് ഇപ്പൊ ഇടില്ല. പിന്നെ ഇപ്പൊ കുറച്ച് മല്ലിയില ഒരിത്തിരി, പിന്നെ കുറച്ച് പുതിന ഇതിട്ട് കൊടുക്കണം. ഇത് പിന്നെ ലാസ്റ്റ് ഇടണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിട്ട് കൊടുത്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് വറവിടാനാണ്. നല്ല മല്ലിയില, പുതിന, കറിവേപ്പില, പച്ചമുളക്, സവോള ഇത്ര ഐറ്റം മതി. അത്ര മതി. ഇതിപ്പോ നമുക്ക് ഇത് വേവാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. എന്താ അറിയോ, അത്രയും നേരം നമ്മളിങ്ങനെ അത് ടൈം വേസ്റ്റ് അല്ലേ. അപ്പം ഇതായി കേട്ടോ. എന്നിട്ട് മാറ്റാം. എന്നിട്ട് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടികൾ തുടങ്ങും. ഇതിപ്പോൾ കണ്ടോ വെന്ത് ഒരു വിധം. ഇനി നമുക്ക് വേറെ ചട്ടി വെക്കാം. ഇതൊരു വെറൈറ്റി ടൈപ്പ് ചിക്കൻ വെക്കലാണല്ലോ അല്ലേ? തിന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നീ വെക്കി കാണാറില്ലല്ലോ. അതിൻ്റെ ഫ്രൈ ആണെന്ന് പറയുമ്പോൾ നീ കൂട്ടും, അത്രയേ ഉള്ളൂ. എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്താ അറിയോ, എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു കുസൃതിയും കാണിക്കാൻ പറ്റില്ല. ഇപ്പം കുസൃതി കാണിച്ച നമ്മുടെ കുടുംബക്കാർ മുഴുവൻ എന്നെ പൊങ്കാലിടും. കാരണം അത് വയ്യാണ്ട് നിൽക്കണ അമ്മ ആ കാലുവേനയും പിടിച്ചിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടി വേണ്ട ദോഷം കിട്ടും അമ്മ. ദോശയല്ല അമ്മ, ദോശയല്ല, ദോഷം മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല, പാവം കിട്ടും. എന്താ അറിയോ, കാലുവേനൊക്കെ പിടിച്ച് ഞങ്ങളുടെ ചേച്ചി ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ അവൻ്റെ വക ഒരു തമാശ, ബുദ്ധിയില്ലാത്തവനെന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? പക്ഷെ ബുദ്ധിയില്ലാത്തവനെന്ന് പറയുന്നത് ഈ സമയത്ത് ചെയ്ത് അങ്ങനെ തന്നെയല്ലേ പറയാ. ബുദ്ധിയുള്ളവർ ആരെങ്കിലും ഇങ്ങനെ വേദന അനുഭവിച്ച് നിൽക്കണം അമ്മേനെ ബുദ്ധിമുട്ടിക്കോ? എന്താ ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര് കുറച്ച് നന്നായിട്ട് തന്നെ, ഒരുപാട് പുളിപ്പുള്ള തൈരല്ല, പക്ഷെ അതിൽ തൈര് നന്നായിട്ടൊരു ഞാനൊരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്രയും നമ്മൾ തിരുമ്പി വെച്ച് എണ്ണ ഒന്നും ഇടരുത്. എന്നിട്ട് ഈ തൈരിൽ തന്നെ നമുക്ക് അതിന്റെ എണ്ണയുടെ അംശം ഉണ്ടാവും. അപ്പൊ അത് വെള്ളം ഒന്നും ഒഴിക്കണ്ട, തൈര് ഒഴിച്ചത് കാരണം അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പൊ അതും പിന്നെന്താ നമ്മള് കുറച്ച് പുതിന മല്ലിയില മാത്രം ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിലേക്ക് നമുക്ക് എണ്ണ. എന്നാലും അച്ഛൻ എന്തൊക്കെ ചെയ്തു തരുന്നു, ഇടനീര് കൊണ്ടുവരുന്നു, ഇടനീര് വെട്ടിത്തരുന്നു,
കാലിൽ ബാൻഡേജ് കെട്ടി തരണോ? നഷ്ടമുണ്ടോ? അല്ല പറയാം, സ്നേഹത്തിന്റെ പരിമളം ഒളിച്ചു വെച്ചാൽ ഒളിച്ചിരിക്കില്ല എന്ന് ചുമ്മാ അല്ല പറയണത്. പിന്നെ അമ്മയ്ക്ക് എന്തായിരുന്നു പണി? മയക്കം, മയങ്ങന്നെ. അതെന്തുകൊണ്ടായിരുന്നു? ഗുളികയുടെ ഡോസ് കൂടിയിട്ട് നല്ല മയക്കം വരുത്തായിരുന്നു അല്ലേ? അപ്പോൾ ഈ 2024 അങ്ങോട്ട് കഴിഞ്ഞു പോയി. കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരും പറയുന്നൊരു ചൊല്ലുണ്ട്, എന്തറിയോ? എന്ത് 2024 കഴിഞ്ഞു പോയി, കാലണ്ടർ മാത്രമേ മാറുന്നുള്ളൂ എന്ന്. യഥാർത്ഥമായിട്ട് അങ്ങനെയല്ല. അതൊരു കാര്യം ഞാൻ ചൂടായി കഴിയുമ്പോൾ ഇതിന്റെ പരിപാടി അവിടെ ഇട്ടിട്ട് നമുക്ക് പറയാം കേട്ടോ. അല്ലല്ലോ, അപ്പൊ അമ്മയ്ക്ക് എന്താ അറിയാലോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എത്രയോ മാറ്റങ്ങൾ എത്രയോ ആൾക്കാരിൽ എല്ലാ വർഷങ്ങളും സംഭവിക്കില്ലേ. അപ്പൊ ആദ്യം കുറച്ച് പെരിഞ്ജീരകം കേട്ടോ. പെരിഞ്ജീരകം ഒന്ന് പൊട്ടണം. അപ്പൊ എല്ലാ കഴിഞ്ഞുപോയ വർഷങ്ങളും യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഗുരുക്കളാണ്. എന്നുവെച്ചാൽ ഓരോ ലെസൺസ് നമ്മൾ പഠിപ്പിച്ചതുകൊണ്ട് പോവുകയാണ് അല്ലേ? അപ്പോൾ സബോള ഇട്ടു ഓരോ വർഷവും ഓരോ പാഠങ്ങളാണ്. അപ്പോൾ ഈ സബോള ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്യണം? 2 മിനിറ്റ് ഞാൻ കിടക്കില്ലേ, 2 മിനിറ്റ് മതി. കല്ല മൂച്ച് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിക്കനില്ലേ അതിങ്ങനെ വെക്കും. ആഹാ, ഇങ്ങനെ അപ്പടിയാ എന്നിട്ടാ ഇതിൻ്റെ ഈ ചാറൊക്കെ ഇല്ലേ, അതൊക്കെ എന്താകുമ്പോൾ ഇതിൽ തൈരും ഇതൊക്കെ അല്ലേ, അപ്പം അതിൻ്റെ അംശമൊക്കെ ഇതിലേക്ക് പോട്ടെ ഇട്ട് വെക്കാം. പിന്നെ ഒരു പ്രത്യേക സ്വാദാണ്. കാരണം നമ്മൾ പൊരിച്ചൊക്കെ എടുക്കില്ല എണ്ണയിൽ. ശരിക്കും നമ്മുടെ കേരള ഡിഷാണോ കർണാടക ഡിഷാണോ? ഇത് കർണാടക ഡിഷ്. കേരള ഡിഷല്ല, കർണാടകത്തിൽ ചെയ്യണമെന്ന്. ഇനി കേരളത്തിൽ ചെയ്യുമെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇതിങ്ങനെ കിടക്കട്ടെ. നമുക്ക് ഇതിലൊന്ന് അടച്ചു വെക്കാം. ഒരുപാട് ഇതിൽ വേണ്ട, ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പം എന്താണ് 2024 അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ എല്ലാ കാലങ്ങളും നമ്മൾ പഠിപ്പിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഒരൊറ്റ കാര്യത്തിൽ ഞാൻ പറയട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെയുള്ള ചില വ്യക്തികൾ നമ്മളെ അങ്ങോട്ട് മറന്നുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടാവും. ആ തോന്നൽ എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര ദുഃഖമാവുന്നെന്ന് വിചാരിക്കരുത്. ദുഃഖമാവരുത്. കാരണം എന്താ പറയുക, അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് എടുക്കണം ചോദിക്കൂ. എന്തുകൊണ്ട് പോസിറ്റീവായിട്ട്? അങ്ങനെയല്ല, ഇന്നല്ലെങ്കിൽ നാളെ അവരതന്നെ ചെയ്യും. അത് കുറച്ച് ദിവസം മുമ്പ് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണമല്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിനെ ഏറ്റവും പോസിറ്റീവായിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഒരിക്കലും മിണ്ടാത്ത ചില ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താറോ ഒന്നുമില്ലാത്ത ഏതോ ദൂരെ ഇരിക്കുന്ന ചില ആൾക്കാർ തിരഞ്ഞു വന്ന് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അതൊരിക്കലും വിട്ടുപോകാത്തൊരു ബന്ധമാണെന്നുള്ള ചിന്ത വേണം. അതിൻ്റെ ഒപ്പം തന്നെ ന്യൂ ഇയർ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ അല്ലേ, അത് ഷോർട്സൊക്കെ അല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നും എന്തെന്നെ നല്ല ചെയ്താലും നമ്മളെ കുറ്റം പറയാൻ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ എല്ലാ സമയത്തും ഉണ്ടാവും. അപ്പോൾ ആ ഉണ്ടാവുന്ന വ്യക്തികളെ നമ്മൾ എന്താ ധരിക്കേണ്ടി അറിയാം, എങ്ങനെ നമ്മളിതിനെ പ്രതികരിക്കുക എന്നുള്ളത് അറിയുമോ? ഇപ്പോൾ അമ്മ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മേത്തൊരു പൊടി വീണെന്ന് വെച്ചോ. ആ പൊടി വീണ നമ്മുടെ ഷോൾഡറിൽ അമ്മ എന്ത് ചെയ്യും? അതുപോലെ തട്ടിക്കളയണം. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് ചെയ്താലും ഏത് നേരം നിങ്ങളെ കുറ്റം പറയണ കുറച്ച് ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് കരുതിക്കോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മേത്ത് വീഴുന്ന പൊടി നിങ്ങളെങ്ങനെ തട്ടിക്കളയുന്നോ അതേപോലെ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ന് വെച്ചാൽ ആ നെഗറ്റീവ്നെസ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാണ്ടിരിക്കാൻ ആ പൊടിയെ തട്ടിക്കളയണം. അതൊരിക്കലും നമ്മുടെ ബ്രെയിനിലേക്ക് എടുക്കരുത്. മനസ്സിലായില്ലേ? അത് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവനവൻ്റെ സമാധാനം നഷ്ടപ്പെടും. ഇനി 2025 ഇനി എത്ര വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് പോയാലും ഈ വക കുറച്ച് ജനങ്ങൾ എന്നും നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നുള്ള ചിന്ത ഉണ്ടാവണം. അപ്പോൾ ഒരു കാരണവശാലും ആ പൊടി നമ്മുടെ അടുത്ത് കീശയിലിടുമോ? അല്ലെങ്കിൽ അത് പൊഞ്ഞിട്ട് എവിടെയെങ്കിലും വെക്കുമോ? തട്ടിക്കളയും. അതുപോലെ പൊടിയാണ്, നമ്മുടെ മേത്ത് വീണ പൊടിയാണ്, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞത് തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇതൊരു ലൈഫ് ലെസണാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരുപാട് കാലം നമ്മുടെ ഒപ്പമുണ്ടായ ആൾക്കാർ ഒരു കാരണമില്ലാണ്ട് പെട്ടെന്നൊന്ന് പിരിഞ്ഞു പോയി എന്ന് വെച്ചോളൂ. പിന്നീട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. അതിന് കാരണം എന്താണെന്നറിയോ? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ
നമ്മുടെ സംസാരം എവിടെ നിൽക്കുന്നോ അവിടെ സത്യത്തിൽ നമ്മുടെ ആത്മാർത്ഥത കുറയുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ നോക്കൂ, ഇപ്പോൾ അമ്മയും ഞാനെന്ന് വെച്ചോളൂ, ഇപ്പോൾ മകനായിട്ട് കരുതണ്ട, എന്നും അമ്മയുടെ മുമ്പത്ത് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ പെട്ടെന്നൊരു ദിവസം ഒരു കാരണവും ഇല്ലാണ്ട് അമ്മയോടുള്ള സംസാരം നിർത്തി. പിന്നെ 4-5 മാസം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്നോട് സംസാരിക്കുമ്പോൾ ചോദിക്കാനൊന്നും ഉണ്ടാവില്ല, എനിക്ക് അമ്മയോട് പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് നശിച്ചു പോണത്? ഒരു ബന്ധമാണ് നശിച്ചു പോണത്. അപ്പോൾ എന്തുകൊണ്ടത് ഉണ്ടാവണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്താ അറിയോ? ഈഗോ. നമ്മൾ ഓരോ വീഡിയോയിലും പറയും മനുഷ്യൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നൊരു ഈഗോ ആണ്. ആ ഈഗോനെ തുടച്ചു നീക്കി കളയാണ്ട് ഒരു മനുഷ്യനും ഒരു കാലത്തും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് നമ്മുടെ ഒരു അസുഖമാണ്, നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ അസുഖമാണ്. പിന്നെ ന്യൂ ഇയറിന് എൻ്റെ വക ഒരു അഡ്വൈസ് ഇട്ടാ, അത്ര വലിയ ബുദ്ധിയുള്ളതൊന്നല്ല ഞാൻ, എന്നാലും ചെറിയൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാ അങ്ങനെ പറയുകയാണ്, ആർക്കെങ്കിലും എടുക്കുക അല്ലെങ്കിൽ മാറ്റിയാൽ കേട്ടോ. എനിക്കിപ്പോൾ തോന്നിയൊരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഉണ്ടല്ലോ, അതൊരു നിധി പോലെ ആവണം. എന്തുപോലെ? നിധി പോലെ ആവണം. എന്താണ് നിധി പോലെ ആവുക ഞാൻ ഉദ്ദേശിച്ചറിയാമെന്നൊക്കെ. ഇപ്പോൾ അമ്മ ഒരു നിധിയാണെന്ന് കരുതിക്കോളും. അമ്മ നമുക്കൊരു നിധി തന്നെയാണല്ലോ. എന്താ മുഖത്തൊരു പ്രകാശം വരുന്നത് പറയുമ്പോൾ നമുക്കൊരു നിധി തന്നെയാണല്ലോ അമ്മ. അപ്പം നിധി എപ്പോഴെങ്കിലും താൻ നിധി ആയതുകൊണ്ട് എന്തെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? നിധി ഒരിക്കലും ഇല്ല. നിധിനെ എവിടെ കൊണ്ടുപോയിടുക? ഏതെങ്കിലും കുണ്ടിലും കുടിയിലും പാറയുടെ അടിയിലും കുറേ സർപ്പങ്ങളുടെ ഇടയിലൊക്കെയല്ല നമ്മൾ കേട്ടിട്ടുള്ളത് ഇന്ന സ്ഥലത്തൊക്കെ തന്നെ നിധി ഉണ്ടാവുക എന്നുള്ളത്. അല്ലെങ്കിൽ നിധി ആയതുകൊണ്ട് അത് കൈയും കാലം മുടിച്ചിരുന്ന് എന്തെങ്കിലും സന്തോഷിക്കുന്നുണ്ടോ? ഓടിപ്പോയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരുന്നുണ്ട്? അതൊന്നും ചെയ്യുന്നില്ല. ഈ നിധി കിട്ടിയ വ്യക്തികളാണ് രക്ഷപ്പെടുക, അല്ലേ? അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ നിധിയായി മാറി അറിയോ? ഏതാണ് ഈ വ്യക്തികളെന്നറിയോ? ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നുന്നത് ഇവൻ എന്ത് പഴഞ്ചനാണ്, എത്ര വർഷം വീഡിയോയിൽ ഇത് പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും പറയാം, ഇവന് നാണമാനില്ല എന്നൊക്കെ ചിലർക്ക് ചിന്തിക്കുക. എന്നാലും ഞാൻ പറയുന്നൊരു സത്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം കണ്ടവരും നമ്മൾ ആദ്യമായിട്ട് സ്നേഹം നൽകിയവരും നമ്മൾ തിരിച്ചു നൽകിയവരും നമ്മുടെ അച്ഛനും അമ്മയാണ്, അല്ലേ? അവർ ജീവിച്ചിരിക്കുന്ന കാലം വരെ നമ്മുടെ മനസ്സിൽ അവരോടുള്ള സ്നേഹം കുറയാനേ പാടില്ല. അതെന്താ കാരണം അറിയോ? ഈ ലോകത്ത് ആദ്യമായിട്ട് നമുക്ക് സ്നേഹം തന്ന അവരോട് നമുക്ക് സ്നേഹം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് സ്നേഹം കൊടുക്കുന്നില്ല. എന്ത് ഉറപ്പാണത്? അങ്ങനത്തെ മക്കൾ, അത് ആണായാലും പെണ്ണായാലും അച്ഛനും അമ്മയും മറക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓർത്തോളൂ, അവർ ഭാര്യേനെയും മറക്കും, മക്കളെയും മറക്കും, അവർ ഈ സമൂഹത്തെയും മറക്കും. കാരണം നമുക്ക് സ്നേഹം നൽകിയവർക്ക് മരണം വരെ സ്നേഹം നൽകണം. കാരണം നമ്മുടെ ഈ ജീവൻ തന്നെ അവൻ്റെ ദാനമാണ്. അപ്പോൾ മരണം വരെ ആ സ്നേഹം നൽകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, അത് നമ്മുടെ ആത്മാർത്ഥം അവിടെ കാണിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ലോകത്ത് ആർക്കും സ്നേഹം നൽകാൻ അവർക്ക് കഴിയില്ല. അഥവാ അങ്ങനെ നൽകിയ, എന്താണ് ഞാൻ നിധി എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായോ? അഥവാ നമുക്കങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഒരു നിധിയായി മാറുന്നു. അപ്പോൾ നമ്മുടെ ഈ നിധി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ അച്ഛനമ്മയ്ക്ക് നൽകിയ ആ സ്നേഹം നൽകുമ്പോൾ നമ്മൾ നിധിയായി മാറുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മുടെ മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആണോ പെണ്ണോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇവർക്കൊക്കെ അത് പകർന്നു നൽകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ നിധിയാവുമ്പോൾ ആ നിധിയെ പങ്കിടാൻ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് മുഴുവനും എന്താ പറയുക, നിധി പങ്കിട്ടവരെന്താ ഇനി എന്താ അവർക്ക് വേണ്ടത്? അപ്പോൾ സ്വയം ഒരു നിധിയായി മാറുക. എൻ്റെ വാക്ക് കേട്ട് ഏതെങ്കിലും കുറച്ച് ആൾക്കാർ അച്ഛനും അമ്മയോടൊക്കെ സ്നേഹം ഉണ്ടാവും, പക്ഷെ മിണ്ടലൊക്കെ ഒത്തിരി കുറഞ്ഞുണ്ടാവും. അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, അമ്മ ഒരാളുടെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പേര് പറയണ്ട, ചിലപ്പോൾ അവർക്ക് വിഷമാവുമായിരിക്കുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മകൻ ഒരുപാട് സ്നേഹമാണ് പക്ഷെ പ്രകടിപ്പിക്കാറില്ല എന്ന് അമ്മ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ ദയവ് ഇത് പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറയുന്നത് കഴിക്കാത്ത ഭക്ഷണം പോലെയാണ്. ഒന്നടുത്ത് വന്ന് അമ്മയെന്ന് പറഞ്ഞിട്ടൊരു കൊഞ്ചലോ എത്ര വലുതായാലും അവനെ അമ്മമാരോടോ അച്ഛന്മാരോടോ ഒക്കെ മക്കൾക്ക് ചിലപ്പോൾ ചട്ടം കൊണ്ട് തല്ലാമെന്നൊക്കെ ഉണ്ടാവും, അതൊന്നും സാരില്ല, അങ്ങനെയൊക്കെ പറയും സ്നേഹം കൊണ്ട്. പക്ഷെ അവർക്കത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അടുത്ത് വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഇത്തിരി നേരം ഇരിക്കുക, അച്ഛനെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം ഇരിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആ മനസ്സുകൾക്ക് എന്താ പറഞ്ഞാൽ അവര് നമ്മുടെ ചെറുപ്പത്തിൽ എന്തുമാത്രം താലോലിച്ചായിരിക്കും വളർത്തുക. ഉമ്മ വെച്ചും കളിപ്പിച്ചും ചിരിപ്പിച്ചും അല്ലേ, അങ്ങനെയൊക്കെ അവർ വളർത്തിയില്ലേ. അപ്പൊ നമ്മളും അവരുടെ അടുത്ത് അവര് പ്രായമാകുമ്പോ അവരുടെ അടുത്ത് വന്നിട്ട് നമ്മള് അവരെ കുട്ടികളെ പോലെ നോക്കുമ്പോ അവർക്ക് അതൊരു ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ ഈ മരണം എന്നുള്ളത് ഇന്ന ആൾക്ക് ഇപ്പൊ സംഭവിക്കും അപ്പൊ സംഭവിക്കും എന്നുള്ളത് അതൊന്നും പറയാൻ പറ്റില്ല, സത്യമാണ്. ആർക്ക് വേണമെങ്കിലും സംഭവിക്കുക. ആരോഗ്യമായുള്ള ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെടാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ഈ ആയുസ് എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിലേക്ക് എത്തി നിൽക്കുന്ന ആ വ്യക്തികൾക്ക് നമ്മൾ സ്വയം ചിന്തിക്കണം, അവൻ്റെയൊക്കെ സമയം നമ്മുടെ അത്ര സമയം അവർക്ക് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് കൊടുക്കാൻ പറ്റുമ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ സത്യമായിട്ടും എല്ലാവരും ഒരു നിധിയായി മാറും. ആ നിധിയുടെ ചുറ്റുമുള്ളവർക്കായിരിക്കും അതുകൊണ്ട് ഗുണം കിട്ടുക.
കാരണം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ അച്ഛനമ്മനെ സ്നേഹിച്ചത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നുള്ളത് നിങ്ങളൊപ്പം ജീവിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വെളിച്ചം, നിങ്ങളുടെ മനസ്സിൻ്റെ ആ സ്നേഹമല്ലേ, ആൺ പെണ്ണ് വ്യത്യാസമില്ല. ഈ മക്കളൊക്കെ എന്താണ് പെൺമക്കൾ മക്കളല്ലേ. അപ്പോൾ പെണ്ണും ആണെന്നുള്ള വ്യത്യാസമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പറയാൻ പാടില്ല, എന്നാലും പറയാണ്, പെൺകുട്ടിയോട് കാണും അച്ഛനമ്മയോടൊക്കെ ഒരു സ്നേഹം കൂടുതൽ. ആൺകുട്ടികൾക്ക് സെക്കൻഡാണല്ലോ. ഫുള്ളായിട്ട് ആൺകുട്ടികൾക്ക് ഉണ്ട് ഞാൻ ഒരിക്കലും പറയില്ല, ഒരിക്കലും ബാധിക്കും. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ. ഉള്ളവരുണ്ടാവാം, പക്ഷേ എൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അമ്മയെയോ അച്ഛനെയോ ഒക്കെ സ്നേഹിക്കുന്നവർ അവരൊന്ന് കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിലും അത് പെൺമക്കൾ തന്നെയാണ് അല്ലേ. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഒരു വർഷമായിട്ട് ഒരുപാട് അതറിയോ, അതെനിക്കറിയാം. ഒരുപാട് നിധികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് പറയും നോക്കട്ടെ, വലിയ ബുദ്ധിശാലിയാണ്. അത് അമ്മയ്ക്ക് കിട്ടിയ നമ്മുടെ ഈ പുതിയ കുടുംബം തന്നെ. അതിലെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? അവരെനിക്ക് നിധി തന്നെയാണ്. അതായതുകൊണ്ടാണല്ലോ കാലിൽ ഇത്ര വേദന ഉണ്ടെങ്കിലും അവരെ കാണാണ്ടിരിക്കാൻ എനിക്ക് പറ്റാതെ അവരെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധികളാണ്. ഓരോരുത്തരും ഓരോ നിധിയാണ്. അതെനിക്ക് പറയാതിരിക്കാൻ കഴിയും. ഈ നിധി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ് കൂടുതൽ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഇതൊന്നാവട്ടെ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇനി അമ്മയ്ക്ക് കാര്യം പറയാനുണ്ടോ? കുഴപ്പമില്ല, ഇത്തിരി വലുതായാലും കുഴപ്പമില്ല. 2-3 ദിവസം അമ്മ രണ്ട് കണ്ണിന്റെ താഴെ നോക്ക്, മൂക്ക്. എന്റെ ഭഗവാനെ, മൂക്കുണ്ട്. അല്ലമ്മ, ഇത് ഉള്ളതാണെന്ന് നമുക്കറിയാലോ. അയ്യോ, എന്നാ ശരി, വേണ്ട. എന്താറിയോ, ഞാൻ പറയട്ടെ, അതെ, വലിയ നേട്ടങ്ങളുടെ പിന്നാലെ പോകുന്ന ആരാണെങ്കിലും അപ്പൊ ഈ ചെറിയ ചെറിയ നേട്ടങ്ങളെ അവർ അറിയാണ്ട് കൊണ്ട് ഈ ചെറിയ നേട്ടങ്ങൾ അവിടെ കിടക്കട്ടെ. ചെറിയ നേട്ടങ്ങളായിരിക്കില്ല, നഷ്ടങ്ങൾ അറിയാതെ പോയി. ആ ചെറിയത് നഷ്ടപ്പെടും. ഈ വലിയ നേട്ടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോ ചെറുത് നഷ്ടപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചെറുത് എന്തായാലും നേട്ടമായിട്ടൊന്നും ആരും കാണില്ലല്ലോ. വലിയത് കാണുമ്പോഴല്ലേ അയ്യോ ഇതൊരു വലിയ നേട്ടം എന്ന് പറയും. ചെറിയത് കാണുമ്പോ വലിയ. എന്നാലും ഞാൻ ആലോചിക്കുക, ദുബായിലുള്ള അറബികളും കൂടി മലയാളം പറയാൻ പഠിച്ചപ്പോൾ ഒരു മലയാളിയായ എൻ്റെ അമ്മയ്ക്ക് എന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. പറയൂ, ഞാൻ പറയട്ടെ. പറയൂ. എന്തമ്മ? 2 കൂട്ടുകാരന്മാര് അവരിങ്ങനെ കടലിലും അങ്ങനെ പുഴയിലും ഒക്കെ ഓരോരോ സാധനങ്ങൾ സംഗ്രഹിക്കും. അതായത് ചക്കയോ അങ്ങനെയുള്ള പല സാധനങ്ങളും സംഗ്രഹിക്കുന്നവര്. ഒരു ദിവസം അവരെന്ത് തീരുമാനിക്കും, നമുക്ക് സമുദ്രത്തിൽ പോയിട്ട് കുറച്ച് ശംഖ് സംഗ്രഹിച്ച് അതുകൊണ്ടൊന്ന് നമുക്ക് വിൽക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ശംഖ് വരാൻ വേണ്ടി പോവുകയാണ് സമുദ്രത്തിൽ. ഇവിടെ കരയിൽ ജീവിക്കാൻ പറ്റില്ല, അപ്പോഴാണ് കടലില്. അവരങ്ങനെ അവര് തൊഴിലതാണ്, കുളത്തിലും പുഴയിലും ഒക്കെ ഓരോ സാധനങ്ങളും അങ്ങനെ വിൽക്കുന്നവരാണ്. അപ്പൊ ഒരു ദിവസം പറയും, നമുക്ക് സമുദ്രത്തിൽ പോയിട്ട് കുറച്ച് ശംഖിനൊക്കെ നല്ല വിലയാണ്, നമ്മൾ അത് സംഗ്രഹിക്കാൻ വേണ്ടി പോകും. ആ സമയത്ത് രണ്ടുപേരും മുങ്ങി തപ്പുന്ന സമയത്ത് ഒരാൾക്കൊരു വലിയ ശംഖുണ്ട്. അമ്മടൊക്കെ വലിപ്പമുള്ള നല്ല വലുത്. എന്റെ അത്ര വലിപ്പമുള്ള ശംഖ് ഉണ്ടാവൂടാ. അല്ല, ഇപ്പൊ പറയാ വലുത് എന്ന് പറയുമ്പോ വലിയൊരു ശംഖ് കിട്ടി, മതി, അത് മതി. അറിയാണ്ട് വന്നു പോവാ. അപ്പൊ ആ ശംഖിന് ഒരാൾക്ക് കിട്ടി. അപ്പൊ മറ്റൊരാൾക്ക് ചെറുത് കൊറേ കിട്ടിയിട്ടുണ്ട്. എന്നെ പോലെ എന്റെ അനിയനെ പോലൊക്കെ ചെറുത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇത്തിരിയൊന്നല്ല, കൊറേ കിട്ടി. പക്ഷെ ആ അമ്മയുടെ അത്ര വലുപ്പമുള്ള ആ ശംഖിന്റെ അത്ര വരില്ലല്ലോ. എത്ര കിട്ടിയ വലിയ ശംഖ് ഞാൻ പറഞ്ഞത്. നിന്റെ ആയിക്കോട്ടെ. അപ്പൊ വലിപ്പുള്ള ശംഖ് കിട്ടി. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്തറിയോ, അത് ശരി, ഇവന് വലിയ ശംഖ് കിട്ടി, ഇതിന് നല്ല വില കിട്ടും, എനിക്ക് മുഴുവൻ ഈ ചെറുതാണല്ലോ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ആ കിട്ടിയ ശംഖ് മുഴുവൻ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. അതായത് സമുദ്രത്തിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് വലുത് തെരഞ്ഞുകൊണ്ടിരിക്കും. വലുത് മതി പറഞ്ഞിട്ട് വലുത് തന്നെ മതി. അവനൊരെണ്ണം വലുത് കിട്ടിയില്ലേ, ഇത്ര കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ്. അപ്പൊ അവനെന്ത് ചെയ്തറിയോ, ബുദ്ധിയുണ്ടോ, അവൻ ഈ വലുതിന്റെ കൂടെ അവൻ വലിച്ചെറിഞ്ഞ അവിടെ കിടക്കുകയല്ലേ. സമുദ്രത്തിനുള്ളിൽ ഇടുന്ന സമയത്ത് അത് ഇന്ന സ്ഥലത്ത് കിടക്കുമല്ലോ. അവിടെ പോയിട്ട് ആ ചെറുതിനെ മുഴുവൻ വാരി കൂട്ടി, അത് കൂട്ടി ഈ വലുത് കൂട്ടി. ഇവൻ വലുതിനെ മാത്രം ഉന്നം വെച്ചത് തിരയാണ്. എനിക്ക് വലുത് മതി, ഈ ചെറുതും കൊണ്ട് അത്ര വിലയൊന്നും കിട്ടില്ല എന്നുള്ള ഉദ്ദേശത്തിന്
അവന് കിട്ടിയല്ലോ വരുന്നത് എനിക്കും വേണം വേണം എന്നുള്ള ഉദ്ദേശത്തിൽ അതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക. ചെറുത് കിട്ടുന്നതിനൊക്കെ തട്ടിത്തെറിപ്പിക്കുക, എന്നിട്ട് ഈ വലുതിൽ തെളിയും. അങ്ങനെ ഇവൻ തെരഞ്ഞു, വൈകുന്നേരം അവിടെ വരെ തെരഞ്ഞിട്ട് ഇവന് വലിയ ശങ്ക കിട്ടിയതേ ഇല്ല. മറ്റവന് ആ ഒരു വലിയതും കിട്ടി, കുറേ ചെറിയതും. ഈ ചെറുതൊക്കെ വലിച്ചു കളഞ്ഞു പോയ കൂട്ടുകാരി അമ്മയാണോ? ഞാനോ? നീ പോടാ. ഇനിയിപ്പോ ഇതില് ഇതൊക്കെ ഇടണ്ടേ. അപ്പൊ ഇതില് കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, ഇതൊക്കെ ഇട്ടിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. മനസ്സിലായി? ഇത് ഒന്ന് അടച്ചു വെക്കാം. ഇതിവിടെ ഇരിക്കാനാണോ നമ്മൾ വിളമ്പി? അല്ലല്ല, പിന്നല്ലേ വിളമ്പലൊക്കെ. ഇതിങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് അടച്ചു വെച്ചു. അതവിടെ സിമ്മിലിരിക്കട്ടെ. അപ്പോ ഇവരെന്ത് ചെയ്തു? അവസാനം പോയി. കഥ ഞാൻ മറന്നു. അവസാനം പോയി. എനിക്ക് കിട്ടിയില്ല, ഇനി പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും വന്നു. അവൻ അവന്റെ വീട്ടിലേക്കും പോയി, ഇവൻ ഇവന്റെ വീട്ടിലേക്കും പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ കൂട്ടുകാരൻ പോയിട്ട് വലിയ ശങ്കൊക്കെ കിട്ടിയില്ലേ, അവനോട് ചോദിച്ചു, എടാ നിന്റെ വലിയ ശങ്കിന് നല്ല വില കിട്ടിയോ ചോദിച്ചു. അപ്പോൾ എൻ്റെ ആ വലിയ ശങ്കിന് 1000 രൂപ കിട്ടി, പക്ഷെ എൻ്റെ ചെറിയ ശങ്കുകൾക്കെല്ലാം കൂടിയിട്ട് 4000 രൂപ കിട്ടി. അപ്പോ ഇവനെന്ത് വിചാരിച്ചറിയോ, അയ്യോ ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, വലിയ ശങ്കിന് തിരയാൻ പോയിട്ട് ഞാൻ ആ ചെറുതിനെ മുഴുവൻ എന്തുമാത്രം കിട്ടിയതാ എനിക്ക്, അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തന്നെ സമുദ്രത്തിലേക്ക് തന്നെ തിരിച്ചെറിഞ്ഞു. അത് ഒരുപാട് കിട്ടിയില്ലേ, അത് എനിക്ക് ഇവന് ഈ ഒരു ശംഖ് കിട്ടിയിട്ട് ഇവന് 1000 രൂപ കിട്ടുകയാണെങ്കിൽ എനിക്ക് ആ ശംഖ് കിട്ടിയിട്ട് 5,000-8,000 രൂപ കിട്ടിയായിരുന്നു. ഞാൻ എന്ത് വെട്ടിത്തരാണ് ചെയ്തതെന്ന് അവൻ അപ്പോഴാണ് അതിന് നഷ്ടബോധം തോന്നിയത്. അപ്പൊ എന്താ പറഞ്ഞ, നമ്മുടെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വലിയ വലിയ നേട്ടങ്ങൾ തേടി പോവുക, പക്ഷെ ചെറിയ നേട്ടങ്ങൾ നമ്മൾ വിസ്മരിക്കരുത്. അപ്പൊ എന്താ ഉണ്ടാവുക പറയും നോക്കട്ടെ. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് പിന്നാമ്പുറത്ത് ഓടിക്കൊണ്ടുണ്ടാവുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടാണ്ട് പോകുന്ന ചെറിയ നഷ്ടങ്ങളില്ലേ, ആ ചെറിയ നഷ്ടങ്ങളും കൂടി നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ അതിനേക്കാളിലും വലിയ നേട്ടം നമുക്ക് കൊയ്യാൻ പറ്റുന്നുള്ള വിവേകം നമുക്കുണ്ടാവണം, അല്ലേ? ഇപ്പോൾ നോക്കൂ, നമ്മളൊക്കെ ഏതൊരു തൊഴിലാണെങ്കിലും എന്ത് ജോബിലാണെങ്കിലും നമ്മൾ അതിൽ മുന്നേറി വരുന്നത് ചെറുതായിട്ടാണ്, പടിപടിയായിട്ടാണ്. അപ്പോൾ ഈ ചെറുതും കൊണ്ടാണ് നമ്മൾ ഈ ഇവിടേക്ക് എത്തിയത് എന്നുള്ള ചിന്ത നമ്മൾ ഒരിക്കലും മറക്കരുത്. വന്ന വഴി മറക്കരുത് എന്നുള്ളൊരു സെൻറ്റൻസും കൂടി ഉണ്ടായി. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മളെന്തോ തിരയാൻ വേണ്ടി എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബന്ധസ്വന്തങ്ങൾ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, അങ്ങനെ എല്ലാത്തിനും കാണാതെ നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വലുതാവുമോ, വലിയ നിലയിലെത്തുമോ എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ ഒരുപാട് പ്രീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ത് നേട്ടത്തിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ ഒരിക്കലും നമ്മുടെ കൂടെയുള്ള ചെറിയ ബന്ധങ്ങളെ മറന്നിട്ടാവരുത് നമ്മുടെ ഓട്ടം. ഭാര്യ, ഭർത്താവ്, മക്കൾ, അതുപോലെ ഒരു കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം തിരസ്കരിച്ചിട്ടുള്ള ഒരു ഓട്ടത്തിനും എന്താ പറയുക, അതൊരു അറ്റമില്ലാത്ത ഓട്ടമാണ്, അല്ലേ? എന്ത് നേടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമോ? ഒന്നും നേടിയില്ല എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ കഥ ഇന്ന് സൂപ്പറാണല്ലോ. ഇങ്ങനെ ഒരു ഫ്രൈ, ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാം, എന്നാലും രസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? ഇത് നമ്മളൊന്ന് വേവിച്ച് അവസാനം ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ എടുക്കില്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു രസം ഉണ്ടെങ്കിൽ ഇത് കൂട്ടിയിട്ട്, പിന്നെ ഉള്ളിൽ വെന്തില്ല അങ്ങനെ ഒരു തോന്നൽ വേണ്ട. ഇത് എത്ര വലിയ പീസസ് ആണെങ്കിലും, ഞാനിപ്പോൾ ഇത്ര വലിയ പീസല്ല എടുത്ത്, അവിടെ ഒരു 4-5 പീസാക്കിയിട്ടാണ് അവരൊക്കെ ഇത് ചെയ്യുക. പക്ഷെ ഉള്ളിൽ നല്ലോണം വെന്തിട്ടുണ്ടാവും, കാരണം നമ്മൾ ഇത് ആദ്യം വേവിക്കുന്നതാണല്ലോ. പിന്നെ എണ്ണയിലിട്ടിട്ട് പൊരിക്കുകയല്ല, കുറച്ച് എണ്ണയിൽ ഇങ്ങനെ തവ ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ. അപ്പോൾ അതിന് ഒരുപാട് എണ്ണയും വേണ്ട. ഇതൊരു രസം കൂട്ടി ചോറൊക്കെ ഉണ്ടാവും, നല്ലതാണ്. ഇനിയിപ്പോൾ ഗീ റൈസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ സൈഡിൽ ഉപയോഗിച്ച് കഴിക്കാം, നല്ലത്. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ കേട്ടമ്മ, ദയവ് ചെയ്തിട്ട് ഇങ്ങോട്ട് നോക്കൂ, വേഗം വേദനയൊക്കെ മാറി ഒന്ന് ഉഷാറാവും കേട്ടമ്മ. അല്ല, എന്തിനാ ചോദിക്കേ? എനിക്കൊന്ന് ദ്രോഹിക്കാനാണ്. അമ്മ ഒരു കാര്യം കേട്ടോ, ഇപ്പം അമ്മ എന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ എന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ അമ്മനെ കൊണ്ട് സാധിക്കില്ല, കാരണം അമ്മ എന്നെ ചൊണ്ടിട്ടാണ് നടക്കുന്നത്, മനസ്സിലായില്ലേ? അമ്മ അങ്ങനെയൊന്നുമല്ല, അമ്മ എല്ലായിടത്തേക്ക് വിളിക്കും, മോനെ
ഇങ്ങോട്ട് വാ മോനെ, ഒരു കാര്യം ചെയ്തു തരാണ്ട് വന്നിട്ട് അപ്പോഴാണ് അമ്മ എന്നെ പിടിക്കുക. അമ്മയുടെ ടെക്നിക്കൊക്കെ എനിക്കറിയാം കേട്ടോ. അമ്മ ഒരുപാട് സ്നേഹത്തിൽ വിളിക്കുന്നെങ്കിൽ ഞാനൊന്ന് മാറിപ്പോകും. പക്ഷേ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. ഇന്നാണ് ഒരു അല്പം അത് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് വന്നതാണ്. ഒരു 2 ദിവസം കൂടെ അമ്മേനെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടാം. അല്ലെങ്കിൽ എന്താ അറിയോ, അമ്മയുടെ വലിയൊരു കുടുംബമുണ്ട്. അവരൊക്കെ എനിക്ക് ചൂറിലെടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അത് വേണ്ട. അപ്പോൾ കഴിഞ്ഞത് അല്ല, ഒരുപാട് നേരം അമ്മയ്ക്ക് നിൽക്കാനും ഇത്രേ ഉള്ളത്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. ഒരു പ്രത്യേക ഫ്രൈ, അതായത് നമ്മളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ വെച്ച് വറവിട്ടൊക്കെ അല്ലേ വെക്കുക. ഇതിങ്ങനെ ഒന്ന് വെച്ച് നോക്കും. ഒരു കാര്യം ഉണ്ടമ്മ, എനിക്ക് വീട്ടിൽ നിൽക്കാനേ തോന്നില്ല. കാരണം എന്താ പറയുക, അവാർഡ് സിനിമ പോലെ. ഇപ്പൊ അവാർഡ് സിനിമ ഞാൻ ശരിയായി. അമ്മ കുറച്ച് കഴിഞ്ഞാൽ ഗുളികയും കഴിച്ചിട്ട് കിടന്നു. ഇല്ല ഇന്ന് ഗുളിക കഴിച്ചാലും കിടന്നുറങ്ങില്ല കേട്ടോ. ഓക്കെ, നീ പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതുവർഷത്തിന്റെ ആദ്യ വീഡിയോ ആണ് അല്ലേ, ലോങ് വീഡിയോ ആദ്യത്തെ അല്ലേ ഇത്? അതെ, എല്ലാവർക്കും എൻ്റെ കുടുംബങ്ങൾക്കെല്ലാം ഈ പുതുവർഷം നന്മയും സൗഭാഗ്യവും സന്തോഷവും എല്ലാം ഉണ്ടായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം പുതിയ നേട്ടങ്ങളായി നിങ്ങളിലേക്ക് എത്തട്ടെ. എന്തൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ടോ അതെല്ലാം നടക്കണം. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കരട് പോലെ ചില പൊടികളൊക്കെ വീടുണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞ് ഉഷാറായിട്ട് മുന്നോട്ട് പോകും. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ. ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാവും. അതുപോലെയുള്ള എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ ഈ വർഷം. ഓക്കെ, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ തകണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പൊ എല്ലാവരും ഇത് കഴിക്കാൻ വരണോ? ചിക്കനൊക്കെ ഇനിയുണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഇഞ്ഞും ഉണ്ടാക്കി തരാം കേട്ടോ. ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ അത്യാവശ്യം എത്രയല്ലേ വേണ്ട പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വരൂ. ഇപ്പൊ കാലുവേനൊന്നും അറിയില്ല അല്ലേ? ഇല്ല. വെരി ഗുഡ്. അപ്പൊ ബൈ.